ഈ ഡോക്ടർ ജഡ്ക പല്ല് പറിക്കുകയാണോ അല്ല വേറെന്തെങ്കിലും ചെയ്യുവാണോ? കേൾക്കുന്നില്ലേ ഡ്രിൽ ഉപയോഗിക്കുന്നത്? ഇവിടെ പല്ലെടുക്കാണോ അതോ കല്ല് പൊട്ടിക്കുകയാണോ? ഇങ്ങനെ ഇടിയിടിക്കാൻ ഇയാളെന്താ കൽപ്പണിക്കാരനാണോ? എന്നെ രക്ഷപ്പെടുത്തോ, രക്ഷപ്പെടുത്തോ, രക്ഷപ്പെടുത്തോ. ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഓടിയാൽ എങ്ങനെയാ ഞാൻ നിങ്ങളുടെ പല്ല് പറിച്ചെടുക്കുക? ഇനിയൊരു ഒറ്റ മിനിറ്റിന്റെ കാര്യമില്ല. എന്റെ അമ്മച്ചി, എന്റെ പല്ലിനല്ലായിരുന്നു വേദന, എന്റെ കൈക്കായിരുന്നു വേദന. നിങ്ങൾക്ക് എന്നാ പല്ല് വേണം? എന്റെ വീടെന്റെ കൈ പിടി. കൂട്ടുകാരെ, നിങ്ങൾ ഈ ക്ലിനിക് ഒന്ന് നോക്കിക്കോണേ. ഇനി അവനെങ്ങാനും പോലീസിൽ പോയി പരാതി കൊടുത്താലോ? ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഇത് ക്ലിനിക്കാണോ അല്ല അയാളുടെ ഇടിമുറിയാണോ? ആ ജഡ്കയുടെ ക്ലിനിക്കും ഇടിമുറിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ജഡ്ക ഈ മെഡലുകളൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണെന്നാ. എങ്ങനെയുണ്ട് പത്ലു ഇപ്പം? കണ്ടാൽ ശരിക്കും ഡോക്ടറെ പോലെ തന്നെയുണ്ട്. ഞാനിതാ ഇപ്പൊ വരാം. എങ്ങനെയാണ് രോഗികളെ ശുശ്രൂഷിക്കേണ്ടതെന്ന് നമുക്ക് ഡോക്ടർ ജഡ്കയെ പഠിപ്പിച്ചു കൊടുക്കാം. ഒരുപാട് വിശ്വാസത്തോടെ ചികിത്സ തേടി വരുന്ന രോഗികളെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വേണം ശുശ്രൂഷിക്കാൻ. വാ വാ, എന്ത് നല്ലൊരു ചിന്ത. നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടല്ലോ. എന്റെ പല്ലിനൊരു ചെറിയ വേദന നിങ്ങൾക്ക് മാറ്റിത്തരാൻ കഴിയുമോ? വേദന മാത്രമല്ല, വേണമെങ്കിൽ നിന്റെ പല്ല് തന്നെ ഞങ്ങൾ മാറ്റിത്തരും. പല്ലില്ലെങ്കിൽ പിന്നെ പല്ല് വേദനയുടെ പ്രശ്നമേ വരുന്നില്ലല്ലോ. എന്നോട് ചോദിച്ചാൽ ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. ആഹാ, എന്ത് നല്ലൊരു ചിന്ത, നല്ലൊരു മനസ്സുള്ള വ്യക്തി. എന്നാലും മോട്ടോ, ഒരെന്നാലും ചെന്നാലും ഇല്ല. നമ്മൾ ഇയാളുടെ പല്ലെടുക്കണമെന്നുള്ളത് ദൈവനിശ്ചയമായിരിക്കാം. സത്യത്തിൽ ജഗദീശ്വരൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ലെന്നാണല്ലോ. അത് കലക്കി. നിങ്ങളോടൊരു ബഹുമാനം തോന്നുന്നു. പല്ല് വേഗം എടുത്തു തരണേ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലേ. നിങ്ങളെന്തായി കാണിക്കുന്ന? ഇത് ഞാൻ അങ്ങോട്ട് എടുത്തു വെക്കാൻ പോവുകയാണ്. എന്നാൽ വാ തുറന്നേ. കുറച്ചുകൂടെ തുറന്നേ. കുറച്ചുകൂടെ തുറന്നേ. കുറച്ചുകൂടെ തുറക്ക്. കുറച്ചുകൂടെ. അണ്ണാക്കിന്റെ അകത്തിരുന്നോ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോണ്. ഇതിലും മീത് എനിക്ക് തുറക്കാൻ പറ്റില്ല. ഓക്കേ, ഇനി ഞാൻ നിങ്ങളുടെ പല്ലെടുക്കാം. നിങ്ങൾ ആദ്യം ഒന്ന് ചോദിക്ക്, എന്റെ ഏത് പല്ല വേദനിക്കുന്നതെന്ന്. ഇദ്ദേഹം മഹാനായ ഡോക്ടറാണ്. പല്ല് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും. എങ്കിലും പറഞ്ഞോളൂ. ഇനി താങ്കൾ കണ്ണടച്ച് സമാധാനമായി കിടന്നോളൂ. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നിങ്ങളുടെ വായിലെ പല്ല് കാണില്ല. മനോഹരം, അതിമനോഹരം. അല്ല മോട്ടോ, പല്ലെങ്ങനെ പറക്കുക എന്നതിനെ കുറിച്ച് നീ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. അത്ഭുതം തോന്നുന്നു, ശരിക്കും അത്ഭുതം. എത്ര ശാന്തമായിട്ടാണ് നിങ്ങൾ എന്റെ പല്ല് പറിക്കാൻ പോണത്. ബഹുമാനം തോന്നുന്നു, ബഹുമാനം തോന്നുന്നു. അതിഭീകരം, അതിഭീകരം. താൻ ഡോക്ടറാണോ അറിവുകാരനാണോ? കാസേരനാരെ എഴുന്നേക്കാൻ പറഞ്ഞേ. ഒന്നുകൂടെ ക്ഷമിച്ചെങ്കിൽ പല്ല് പുറത്തേക്ക് വന്നേനെ. നിങ്ങളുടെ പല്ല് പോകുന്നത് നിങ്ങൾ പോലും അറിയില്ലായിരുന്നു. എന്റെ പല്ല് പറിച്ചിട്ട് കുഴപ്പമില്ല, ഞാൻ ഇവിടുന്ന് പോവാണ്. അല്ല, അങ്ങനെ എങ്ങനെയാ പോവാൻ പറ്റുക? ഞങ്ങൾക്ക് ഇതൊരു ചീത്തപ്പേരായി പോവൂലേ? പത്ലു, പിടിക്കുകയാളെ. എന്റെ കെട്ടഴിച്ച് വിട്. വിടാനല്ല പറഞ്ഞ്. നിങ്ങൾ എന്തായി കാണിക്കുന്ന? ആരെന്നെ സഹായിക്കണേ ഡോക്ടർ. നിക്ക്, ആ കസാര ഇങ്ങോട്ട് തന്നിട്ട് പോ. ഈ ഡോക്ടറാവാന്നൊക്കെ പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള പണിയാണ്. ദേ കണ്ടോ, അടുത്ത രോഗി എത്തിക്കഴിഞ്ഞു. ഡോക്ടർ എവിടെയാണ്? ഡോക്ടർ എവിടെയാണ്? കമ്പൗണ്ടറെ, ഡോക്ടർ എവിടെയാണെന്ന് പറയേ. ഇവിടെ കമ്പൗണ്ടർ ഒന്നും ആരുമില്ല. ഇതാണ് ഡോക്ടർ പത്ലു.
MALLSDCORGLMNOP. പിന്നെ ഇതാണ് ഡോക്ടർ മോട്ടോ XYZ QRP ABC LMNOP. മതി 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 മതി. നിങ്ങളെ പോലെയുള്ള ഡോക്ടർമാരെ കിട്ടിയത് തന്നെ എന്റെ ഭാഗ്യം. ഒന്ന് വേഗം വരണം, എന്റെ സഹോദരൻ അറ്റാക്ക് ഉണ്ടായി. ആരാ അറ്റാക്ക് ചെയ്തത്? എവിടെയുള്ളത് അയാള്? ചിങ്കൻ സാറിനോട് പറയൂ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ കളിക്കുന്നത്? ഒന്ന് വേഗം വരണം, എന്റെ സഹോദരൻ അറ്റാക്ക് ഉണ്ടായി അവിടെ കിടക്കുവാണ്. നിങ്ങൾ ഇത് വേഗം വരണം, എന്റെ സഹോദരന് ബോധം പോലും ഇല്ല. ഓ എന്നാ വേഗം പോകാം. അതുകൂടി ഒന്ന് എടുക്ക്. അതെന്തിനാണ്? കഴിഞ്ഞ തവണ ഡോക്ടർ വന്നപ്പോ ഈ മെഷീൻ നെഞ്ചത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എന്റെ സഹോദരന് സുഖം പ്രാപിച്ചത്. ഇത് നെഞ്ചത്ത് അമർത്തി വെക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ഇത് ഇഞ്ചക്ഷൻ ഒന്നും അല്ലല്ലോ. അയാൾക്ക് എന്ത് പറ്റി? ഇതെന്തോ അപകടം പിടിച്ച സാധനമാണ്. വേഗം ഇത് മാറ്റി പിടിക്കേ. പക്ഷെ ഇതിങ്ങനെ നെഞ്ചത്ത് വെച്ചപ്പോ അയാൾ എങ്ങനെയാ പറന്നു പോയത്? എന്റെ കഥ കഴിഞ്ഞു. ആ യന്ത്രം ഒന്ന് എടുത്ത് വലിച്ചെറിയേ. ഇതൊക്കെ ഒരു മെഷീനാണോ? ഇത് ആൾക്കാരെ രക്ഷിക്കാനുള്ള മെഷീനല്ല, മറിച്ച് പരലോകത്തെത്തിക്കാനുള്ള മെഷീനാ. ദേ കണ്ടോ, അടുത്ത രോഗി എത്തിക്കഴിഞ്ഞു. ഡോക്ടറെ, ഡോക്ടറെ, ഞാനാണ് ഡോക്ടർ. എന്താ പറ്റിയേ? പെട്ടെന്ന് തന്നെ ചികിത്സിക്കൂ. എന്റെ കയ്യില് ഒരു പാമ്പ് കടിച്ചിരിക്കുക. പാമ്പ് നിങ്ങളെ കടിക്കുമ്പോ ആ സമയത്ത് ആ പാമ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അത് എനിക്ക് എങ്ങനെ അറിയാനാ? ആ പാമ്പിനോട് പോയി ചോദിക്കൂ. ആ പാമ്പ് ഇപ്പൊ എവിടെ കാണും? എന്റെ കൂടെ വരൂ, എനിക്ക് ആ പാമ്പിന്റെ ഒരു ഹിസ്റ്ററി തന്നെ തയ്യാറാക്കണം. എന്റെ ഡോക്ടറെ, പാമ്പിന്റെ ഹിസ്റ്ററി അന്വേഷിച്ചു പോയാൽ ഞാൻ ഹിസ്റ്ററിയായി മാറും. എന്നെ ചികിത്സിക്കൂ. ഓക്കെ ഓക്കെ, നിങ്ങളെ പേടിക്കണ്ട, നിങ്ങളെ ഇപ്പൊ ശരിയാക്കി തരാം. എന്നെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണോ അല്ല കൊല്ലാൻ കൊണ്ടുപോകണോ? എന്താ നിങ്ങൾ ചെയ്യണേ? ഒന്ന് പറയോ. ഐഡിയ. അതെ, നിങ്ങൾ എന്തായി ചെയ്യണേ? ഒന്ന് നിർത്തണുണ്ടോ ഈ മാതിരി ചികിത്സ? മിണ്ടാതിരിക്കെ. എന്തായി ചെയ്യണ നിങ്ങള്? ഈ പാമ്പ് നിന്റെ വിഷം വലിച്ചെടുത്ത് നിന്നെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. എന്നെ ചികിത്സിക്കുകയാണോ അതോ മുകളിലേക്ക് അയക്കാനുള്ള പദ്ധതി ഒരുക്കുകയാണോ? ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം പ്ലീസ്, നിങ്ങൾ ഞങ്ങളോടൊന്ന് സഹകരിക്കൂ, പറയുന്നത് അനുസരിക്കൂ പ്ലീസ്. മാറി നിക്ക്, മാറി നിക്ക്. എന്റെ അടുത്തേക്ക് വരരുത്. നിങ്ങളൊരു ഡോക്ടർ ആവാനുള്ള യാതൊരു സാധ്യതയില്ല. ഞാൻ ഏതെങ്കിലും നല്ല ഡോക്ടറിന്റെ അടുത്ത് പൊക്കോളാം. നിങ്ങളെ വീടില്ല, ഞാൻ വെളിയിൽ വെച്ച് ഞാൻ കണ്ടോളാം നിങ്ങളെ. നല്ലൊരു അവസരം വന്നതായിരുന്നു പാമ്പിന്റെ വിഷം ഇറക്കാൻ വേണ്ടി, പക്ഷേ അവൻ പേടിച്ചോടിക്കളഞ്ഞല്ലോ. ഞാൻ ഈ നൂറ്റാണ്ടിലെ സർപ്പമാണ്. അതുകൊണ്ട് മകുടി ഞാനൂതും, മറ്റുള്ളവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും. ഇത് മകുടി ഊതുവാണല്ലോ. മിണ്ടാതിരിക്കാൻ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. എനിക്ക് തോന്നുന്നത് ഇതിന് നമ്മൾ ഡാൻസ് കളിപ്പിക്കാനുള്ള പ്ലാൻ ആയിരിക്കും. കളിച്ചോ പത്തലു, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഡോക്ടർ ഷട്ക, ദാ നോക്കൂ, ഇതാണ് വ്യാജ ഡോക്ടർമാര്. തല്ലണം തല്ലണം, അവരെ വെറുതെ വിടരുത്. ഇവര് ഡോക്ടർമാരൊന്നും അല്ല, എന്റെ കൂട്ടുകാരാ. അവരാരാണെങ്കിലും അവരെ തല്ലവരെ, വിടരുത് അവരെ. പിടിക്കവരെ, വിടരുത്, പിടിക്ക്.
എടാ കള്ളാ. വാതിൽ തുറക്കാൻ. രക്ഷപ്പെട്ടു. ആ ഒരു വിധത്തിന് രക്ഷപ്പെട്ടു. ഡാൻസ് കളിക്കുമ്പോ ഡാൻസ് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഒന്നും അനങ്ങാതിരുന്ന പിന്നെ നമ്മൾ ചാവേണ്ടി വരും. ഇതാ ഇത് ഉടുത്തോണ്ട് വേണം ഇനി ഡാൻസ് കളിക്കാൻ. കമോൺ. എന്റെ സമൂസയാണ് സത്യം. ഇനി ഒരിക്കലും നിങ്ങൾ ആരെയും വന്ന് ബുദ്ധിമുട്ടിക്കില്ല. Cool. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞതുപോലെ ഒരു കട തുടങ്ങി. ഇനി കണ്ടോ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കാശുണ്ടാക്കുന്നത്. എന്റെ ഗസീറ്റാറാം, ഞങ്ങള് പെയിന്റ് കട തുടങ്ങി. അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പെയിന്റിംഗ് പണിയൊന്നും അറിയില്ലല്ലോ. അതിനെന്തിനാ വിഷമിക്കുന്നത്? പെയിന്റ് ചെയ്യുന്ന ജോലി എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ചിങ്കൻ സാർ, റിബൺ മുറിച്ചോളൂ. ഈ ചടങ്ങിൽ എന്നെ വിളിച്ചതിന് നിങ്ങൾക്ക് എന്റെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. വരൂ, നാളികേരം പൊട്ടിച്ച് നമുക്ക് പുതിയ ജോലിയിലേക്ക് കടക്കാം. എന്റെ അമ്മോ. സോറി സർ, തുമ്മല് വന്നു പോയതാ. ഹേ മോട്ടു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, ഒരു തവണ മാത്രം തുമ്മുന്നത് അത്ര ശുഭലക്ഷണമല്ല. രണ്ടാമതും കൂടി അങ്ങ് തുമ്മിക്കോ. ഒരാളെ തുമ്മിപ്പിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. എന്റെ അമ്മോ. ഏയ് മോട്ടു, നീ എന്താ നാളികേരം പൊളിക്കാൻ നോക്കുകയാണോ അതോ എന്റെ തല പൊളിക്കാൻ നോക്കുകയാണോ? അതൊന്നും കാര്യാക്കണ്ട സാറേ. എങ്ങനെയാ എന്താ, നാളികേരം പൊളിഞ്ഞല്ലോ, അതുപോലെ. ശരി, എല്ലാരും മധുരപലഹാരങ്ങൾ കഴിച്ചോളൂ. ഓൾ ദ ബെസ്റ്റ്. പക്ഷെ ഞാൻ ഇപ്പൊ പോന്നു. ഇവിടെ നിന്നാ എനിക്ക് അപകടമാണ്. എന്നാ പിന്നെ ഞാൻ അങ്ങ് പൊയ്ക്കോട്ടെ. കുറെ നാളുകൾക്ക് ശേഷം ഒരു രോഗി ഇന്ന് വരുന്നേ. നമ്മുടെ കടയുടെ തുടക്കം തന്നെ മോശമായി പോയി. ചിങ്കം സാറിന്റെ തലയിലല്ലേ തേങ്ങ പോയി വീണത്. വീഴുന്ന തേങ്ങയ്ക്ക് അറിയില്ലല്ലോ അത് ചിങ്കത്തിന്റെ തലയാണെന്ന്. അതേ ഒരു കാര്യമുണ്ട്. പഴയ റോട്ടിലെ സീബ്ര ക്രോസിംഗ് ഒന്ന് വരയ്ക്കാനുണ്ട്. അതിനെന്താ ചെയ്യാലോ? പക്ഷെ വൈകുന്നേരത്തേക്കകം തീരണം. 2 മണിക്കൂറിൽ ചെയ്തു തരാന്നേ. പിന്നെ പൈസയുടെ കാര്യം മുനിസിപ്പൽ കമ്മീഷണറായിട്ട് സംസാരിച്ചാൽ മതി. നിങ്ങൾ ചോദിക്കുന്ന പൈസ കിട്ടും, പക്ഷെ ജോലി കറക്റ്റ് ആയിരിക്കണം. ഞാൻ വൈകിട്ട് വന്ന് കണ്ടോളാം കേട്ടോ. ശരി. എന്റെ വീടൊന്ന് പെയിന്റ് ചെയ്യണമായിരുന്നു. വൈകുന്നേരത്തിനുള്ളിൽ പണി തീർക്കണം. ചോദിക്കുന്ന കാശ് തന്നേക്കാം. പക്ഷെ ഞങ്ങള് വേറൊരു ജോലി. അതിനെന്താ, ഞങ്ങൾ ഇപ്പൊ തന്നെ വേറൊരു വർക്ക് വേണ്ടാന്ന് വെച്ചതായിരുന്നു. ഞങ്ങൾക്ക് നിങ്ങളെ പോലെ മാന്യന്മാരുടെ വർക്കാണ് ആവശ്യേ. വൈകുന്നേരത്തിന്റെ ഉള്ളിൽ പെയിന്റിംഗ് തീർത്തിരിക്കും. ഇതാണ് വീടിന്റെ അഡ്രസ്. ഇത് താക്കോലും പിന്നെ കുറച്ച് അഡ്വാൻസും വെച്ചോ. ഞാൻ വൈകുന്നേരം വന്ന് കണ്ടോളാം. വീട് നല്ല വൃത്തിയായിട്ട് വെച്ചേക്കണേ. പുതിയതുപോലെ ഉണ്ടാവണം. കണ്ടില്ലേ, ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിന് മുമ്പേ പൈസ വന്ന് വീഴുന്നത്. പൈസ വന്ന വഴിയൊക്കെ കൊള്ളാം, പക്ഷെ നമ്മൾ എങ്ങനെ ഒരു ദിവസം 2 സ്ഥലത്തെ ജോലി തീർക്കും? എന്റെ മോട്ടോ, നീ അതാദ്യം പറ. നിങ്ങൾ അതിനെ കുറിച്ച് വിഷമിക്കണ്ട. പെയിന്റിംഗ് ജോലിയിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്. വരൂ, നമുക്ക് ഇപ്പൊ തന്നെ പോയി സീബ്ര ക്രോസിംഗിന്റെ പണി തുടങ്ങാന്നേ. നിങ്ങൾ രണ്ടാളും സീബ്ര ക്രോസിംഗ് പെയിന്റ് ചെയ്തോളൂ. ഞാൻ പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള പെയിന്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നേക്കാം. നമ്മുടെ ബിസിനസ് ആദ്യം തന്നെ വളരെ ഹിറ്റായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിശക്കാൻ തുടങ്ങി. വരൂ, നമുക്ക് പോയി സമൂസ കഴിക്കാം. ഇത് വളരെ എളുപ്പമുള്ള പണിയാ. വരൂ, നമുക്ക് തുടങ്ങാം.
ഈ ഡയറക്ഷൻ ശരിയല്ല. ഇത് ഇത് തന്നെയാണ് ശരി. ഇത്രയും നല്ല പെയിന്റിംഗ് ആർക്കും ചെയ്യാൻ പറ്റില്ല. വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ജോലി കഴിഞ്ഞോ? പിന്നെന്താ, ഇതാ നോക്കൂ. നിങ്ങൾ രണ്ടാൾക്ക് സീബ്ര ക്രോസിംഗ് എന്താന്ന് വല്ല നിശ്ചയമുണ്ടോ? ഇവിടെ നോക്കൂ, ഇതാണ് സീബ്ര ക്രോസിംഗ് എന്ന് പറയണത്. ഇതില് സീബ്രയുടെ വയറ് മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയൊന്നും കാണുന്നില്ലല്ലോ. അത് മുഴുവനായിട്ട് വരയ്ക്കേ. ഇങ്ങതാ കഴിഞ്ഞു, എല്ലാം വൃത്തിയായി. ഇതിനെയാണ് പറയുന്നത് സീബ്ര ക്രോസിംഗ് എന്ന്. പകുതി മതിയെങ്കിൽ ആദ്യമേ പറയണമായിരുന്നു. സീബ്രയുടെ തലയും വാലും ഒന്നും വേണ്ട, വെറും വയറ് മതി എന്നുള്ള കാര്യം. ശരി, എന്നാ വേഗം പേയ്മെന്റ് എടുത്തോളൂ. ഞങ്ങൾ മുഴുവൻ പണിയും എടുത്തിട്ടുണ്ട്, പകുതി അല്ല. ഡബിൾ പേയ്മെന്റ് വേണം ഞങ്ങൾക്ക്. ഇന്ന് വൈകുന്നേരത്തിനകം റോഡിന്റെ ഇൻസ്പെക്ഷൻ നടക്കാനുള്ളതാ. എന്റെ ജോലിയും പോയി കിട്ടി. നിങ്ങൾക്ക് പേയ്മെന്റ് അല്ലേ വേണ്ടത്? ഇന്നാ പിടിച്ചോ, ഞാൻ ഡബിൾ പേയ്മെന്റ് തന്നേക്കാം. വീടില്ലേ നിങ്ങൾ രണ്ടാളെയും? നിങ്ങൾ കാരണം എന്റെ ജോലിയാ പോയത്. നിങ്ങളെ ഞാൻ തെരഞ്ഞു വന്ന് നോക്കി അടിക്കും. ഇത്തവണ നമുക്ക് ഒരു പ്രശ്നവും സംഭവിക്കരുത്. നമുക്ക് 3 പേർക്കും ജോലി ഭാഗിച്ച് ഓരോരുത്തരും ഓരോ ചുവരുകൾ പെയിന്റ് അടിക്കാം. എന്താ? ഓക്കേ. കൊള്ളാം, സൂപ്പർ പെയിന്റിംഗ് തന്നെ. എന്റെ കഷ്ടകാലി കാലിനുള്ള കുടുങ്ങി പോയല്ലോ. ഇത് വലിച്ചൂരി എടുക്കാനും പറ്റുന്നില്ലല്ലോ. പൊളിച്ചെടുത്തല്ലോ. ഇതെന്തത്? മോട്ടു പത്ലു, എന്നെ രക്ഷിക്കരേ. ഇതൊന്ന് പിടിക്ക്. ഒന്ന് നിക്ക്. എനിക്കൊന്നും കാണുന്നില്ലേ. എന്റെ കണ്ണട എവിടെ? പൊളിച്ചെടുത്തല്ലോ. എന്തിനാ വീണ്ടും എന്നെങ്ങനെ തല്ലുന്ന? എടാ പത്ലു, നീ ഇങ്ങനെ ഇളകി കളിക്കാതെ ആദ്യം ഒരു സ്ഥലത്ത് നിക്ക്. ആദ്യം ഏണി വലിച്ചു ഊര്. എടാ, നിനക്ക് എന്നോട് വല്ല ദേഷ്യമുണ്ടോ? എന്തിനാ എനിക്കിട്ട് ഇങ്ങനെ തരുന്നേ? ഇതപ്പ തലീന്ന് ഊരാനും പറ്റുന്നില്ലല്ലോ. എന്റെ തലയുടെ മീതും ഇത് കുറെ നേരമായി ഇരിക്കുന്നു. അതിന്റെ വീടാന്ന് അതിന്റെ വിചാരം. കണ്ണ് കണ്ടുകൊടുറാ നിനക്കൊന്നും. ഇതെന്റെ വയറാണ്, അല്ലാതെ പൂന്തോട്ടമല്ല നിങ്ങൾക്ക് ഇങ്ങനെ കേറി കളിക്കാൻ. എടാ പത്ലു, നീ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നിരിക്കുവാണോ? യോ എടാ, ഒന്ന് നിർത്തുന്നുണ്ടോ? അല്ല, നിങ്ങൾ എന്താ കൂട്ടുകാരെ സങ്കടത്തോടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയത്? എന്റെ ഡോക്ടറെ, നിങ്ങൾ ഈ വീടിന്റെ അവസ്ഥ കണ്ടില്ലേ? ഞങ്ങൾ എടുത്ത പണിയെല്ലാം കുഴപ്പത്തിലായി. ഞങ്ങൾക്കാണ് ഒട്ടും സമയമില്ല, പെയിന്റ് അടിക്കാനും ഉണ്ട്. എന്താ ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല.
വീട് പെയിന്റ് അടിക്കുന്ന കാര്യത്തിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാനേ. പക്ഷെ അതിന് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എല്ലാരും അനുസരിക്കണം. എന്ത് വേണേ പറഞ്ഞു ഞങ്ങൾ ചെയ്യാൻ തയ്യാറാ. പക്ഷെ ആദ്യം ഈ പെയിന്റ് അടി തീർക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ പൈസ കിട്ടൂല. പൊളിച്ചു. എന്നാ തുടങ്ങിക്കണോ? ഒന്ന് വേഗം. അങ്ങനെയെല്ലാം തീർന്നു. കഴിഞ്ഞു. നിങ്ങൾ എന്തിനാ ഈ പടക്കം വാങ്ങിക്കൊണ്ട് വന്നത്? ഞാൻ ഈ പടക്കത്തിന് പെയിന്റഡ് ബോക്സിന്റെ ഇടയ്ക്ക് വെച്ച് പൊട്ടിക്കും. ആ സമയത്ത് ഇത് മുഴുവനും തെറിച്ച് ചുമര് മുഴുവൻ പെയിന്റ് ആവും. പിന്നെ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞത് കൊണ്ട് ഫർണിച്ചറിന് ഒരു കുഴപ്പമുണ്ടാവില്ലേ. ഓ, എന്തൊരു തലയാണ്. നിങ്ങളുടെ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഇപ്പോഴാണൊന്ന് ഉപയോഗപ്പെട്ടത്. പക്ഷേ ഇനി നീ പക്ഷേ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പുറത്ത് നിൽക്കാം. വീടിന്റെ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞോ? എല്ലാ പണിയും തീർന്നു. താങ്ക് യു. നിങ്ങൾ ഭയങ്കര മിടുക്കന്മാരാണല്ലോ. വരൂ, ഞാനൊന്ന് കാണട്ടെ നിങ്ങളുടെ പെയിന്റ് അടി. നശിപ്പിച്ചല്ലോ. എന്റെ വീട് കാണുന്നില്ല. ഞാൻ പറഞ്ഞതല്ലേ എല്ലാ പണിയും കഴിഞ്ഞതെന്ന്. പെയിന്റ് അടിച്ചപ്പോ വീട് പോയി, പക്ഷെ പെയിന്റിങ് ഉഷാറായില്ലേ? ഞാൻ നിങ്ങളെ ഒറ്റൊരെണ്ണത്തിന് വെറുതെ വിടാൻ പോകുന്നില്ല. ഓടിക്കോ, ഓടിക്കോ. ഈ 4 പേരും കൂടിയാ. വരൂ, ഓടിക്കോ പത്തില് ഓടിക്കോ. ഇവന്മാരുടെ കയ്യിലെങ്ങാനും കിട്ടിയ പണി തീരും. ഓടി രക്ഷപ്പെടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓടാം. അവന്മാരെ പിടിക്ക്.